സ്നേഹവാത്സല്യത്തോടു കൂടി റബ്ബ് നമ്മോട് പറയുകയാണ്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അതിമഹത്തരമായ അള്ളാഹുവിൽ നിന്നുള്ള സന്തോഷ വാർത്ത, ലോക ജനതയ്ക്ക് അള്ളാഹുവിൽ നിന്നുള്ള അത്യത്ഭുതകരമായ വാഗ്ദാനം. അതാണ് ഈ ആയത്ത്. കുറ്റങ്ങളും തിന്മകളും നിറഞ്ഞ ജീവിതത്തിൽ സ്വന്തത്തിന് തന്നെ നാശം വരുത്തുന്ന അവസ്ഥയിലേക്ക് തിരിഞ്ഞു നടക്കുമ്പോൾ നിങ്ങൾ നാശത്തിലേക്കല്ല, നിങ്ങൾക്ക് തിരിച്ചു വന്നാൽ രക്ഷയുണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ആയത്താണ് ഈ വിശുദ്ധ ഖുർആനിലെ ആയത്ത്. ഖുൽ യാ ഇബാദി, എൻ്റെ അടിയാറുകളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധന ചെയ്യുന്നത്. അവിടെ വലമു എന്ന് പറയുന്നില്ല, ഫസഖു എന്ന് പറയുന്നില്ല, കഫറു എന്ന് പറയുന്നില്ല. അവിടെ നിങ്ങൾ ദുൽമ് ചെയ്തവരാണ്, നിങ്ങൾ ശിർക്ക് ചെയ്തവരാണ്, നിങ്ങൾ ഫസാദ് പ്രവർത്തിച്ചവരാണ്, നിങ്ങൾ കാഫിരീങ്ങളാണ്, ഇതൊന്നും അല്ലാഹു അവിടെ പറയുന്നില്ല. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഇത്രയും തെറ്റുകളുടെ കൂമ്പാരം ചെയ്തു കൂട്ടിയ ആളുകളെ അഭിസംബോധന ചെയ്ത് പറയുന്ന ഖുൽ യാ ഇബാദി, എൻ്റെ അടിയാറുകളെ. നിങ്ങൾ കുറേ കാലം എന്തൊക്കെ തെറ്റുകൾ ചെയ്തോ, എന്തൊക്കെ മ്ലേച്ഛതകൾ നിങ്ങൾ ചെയ്തോ, ഇപ്പം നിങ്ങൾ തിരിച്ചു വരികയല്ലേ, നിങ്ങൾ എൻ്റെ അടിയാറുകളാണ്. അല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വന്തം നഫ്സിനോട് അങ്ങേയറ്റത്തെ അതിര് കവിച്ചൽ ചെയ്തവർ. അതായത് രണ്ട് കൂട്ടരെ കുറിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പാപമോചനം കൊടുക്കൽ അള്ളാഹിൻ്റെ ഒരു ബാധ്യതയായിട്ട് അള്ളാഹ് ഏറ്റെടുക്കുന്നുണ്ട്. അതിലൊരു കൂട്ടർ അവരുടെ ജഹലിൽ നിന്നുകൊണ്ട്, അവരുടെ വിവരക്കേടിൽ നിന്നുകൊണ്ട്, അവരുടെ വിഡ്ഢിത്തരത്തിൽ നിന്നുകൊണ്ട് അവർ തിന്മകൾ ചെയ്തു പോയവരാണ്. അവർ തൗബ ചെയ്ത് അള്ളാഹ് പുറത്തു കൊടുക്കും. രണ്ടാമത്തെ കൂട്ടർ അവരുടെ ദേഹേച്ഛകൾ കാരണം, അവരുടെ ഇച്ഛകൾ അവരെ വഴികേടിലേക്ക് തള്ളി നയിച്ചവരാണ്. ഇവരും തൗബ ചെയ്ത് അള്ളാഹ് പുറത്തു കൊടുക്കും. ഇതിൽ രണ്ടിലും മെൻഷൻ ചെയ്യാത്തൊരു കൂട്ടരെയാണ് അള്ളാഹ് ഇവിടെ പറയുന്നത്. അതാരാണ്? അവർ കുറേ തെറ്റുകൾ ചെയ്തു. ഈ തെറ്റുകൾ അവർ വിവരക്കേട് കൊണ്ട് ചെയ്തതല്ല, അറിവില്ലായ്മ കൊണ്ട് ചെയ്തതല്ല, അല്ലെങ്കിൽ ദേഹേച്ഛ കൊണ്ട് ചെയ്തതല്ല. ഈ ചെയ്യുന്നത് തെറ്റാണ് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി ചെയ്തതാണ്. ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല, ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ശിക്ഷ കിട്ടും എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി തെറ്റ് ചെയ്ത ആളുകളാണ്. ഇങ്ങനത്തെ ആൾക്കാരെ തന്നെയാണ് അള്ളാഹ് വിളിച്ച് പറയുന്നത്, യാ ഇബാദി, നിങ്ങൾ തിരിച്ചു പോയി. നിങ്ങൾ തിരിച്ചു വന്ന് എന്താ ചെയ്യുക? ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, അള്ളാഹ് എല്ലാ പാപങ്ങളും, നിങ്ങളെ കഴിഞ്ഞു പോയി എല്ലാ പാപങ്ങളും അള്ളാഹ് പുറത്തു വരും. ഒരു പാപം പോലും അള്ളാഹ് എന്താക്കൂല, ബാക്കി വെക്കൂല, എല്ലാം പുറത്തു വരും നിങ്ങൾക്ക്. നിങ്ങൾ തിരിച്ചു വന്നാൽ മതി. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, നിശ്ചയമായും അവൻ, ഇന്നഹു എന്ന് പറഞ്ഞാൽ നിശ്ചയമായും അവൻ. എന്നിട്ട് വീണ്ടും അള്ളാഹ് പറയുന്നതാണ് ഹുവൽ ഗഫൂറുർ റഹീം, അവൻ തന്നെയാണ് ഗഫൂറും റഹീമും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേകത ഉണ്ട്. നമ്മളിപ്പോൾ പറയല്ലേ ഇവനല്ല അവനാണെന്ന് പറയല്ലേ, അതേപോലെ തന്നെ അള്ളാഹ് പറയാം ഇവന്മാരൊന്നുമല്ല, ഇവരൊന്നുമല്ല, അവനാണ്, അള്ളാഹു ആണ് നിങ്ങൾക്ക് പുറത്തുതരാൻ പോകുന്നത്. എല്ലാം നിങ്ങൾക്ക് പുറത്തുതരാൻ പോവുകയാണ്. നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ തിന്മകളെല്ലാം മാപ്പാക്കി തരാൻ പോവുകയാണ് നിങ്ങൾ തൗബ ചെയ്യുകയാണെങ്കിൽ. എൻ്റെ ഇബാദുകളെ നിങ്ങൾ തിരിച്ചു വാ. ഈ ഒരു വർത്താനം നമുക്ക് തരുന്നൊരു കോൺഫിഡൻസിൻ്റെ ലെവലൊന്ന് ആലോചിച്ച് നോക്കിയേ. അത്രയും തിന്മകൾ ചെയ്തിട്ട് നമ്മൾ എല്ലാ പ്രതീക്ഷകളും നശിച്ചു. ഇനി ഞാൻ തിരിച്ചു വന്നാൽ പോലും എന്നെ സ്വീകരിക്കാൻ ആരും ഉണ്ടാവില്ല. ഞാൻ ഇത്രയും കാലം കള്ളുടിക്കുന്നവനായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇത്രയും കാലം ലഹരി ഉപയോഗിക്കുന്നവനായിരുന്നു, ഞാൻ ഇത്രയും കാലം പോണ് കാണുന്നവനായിരുന്നു. ഇനി എനിക്കൊരു തിരിച്ചു വരവില്ല. ഇനി വന്നാലും അള്ളാഹ് എനിക്ക് പുറത്തു തരാനൊന്നും പോകുന്നില്ല. ഞാൻ ഇത്രയും കാലം നിസ്കരിച്ചിട്ടില്ല, ഞാൻ ഇത്രയും കാലം നോമ്പ് വെച്ചിട്ടില്ല, ഞാൻ ഇത്രയും കാലം എൻ്റെ ഉമ്മാനുപ്പാനെ അനുസരിച്ചിട്ടില്ല, എല്ലാം പല തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഞാൻ എന്തിനാ തിരിച്ചു വരുന്നത്? തിരിച്ചു വന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ എനിക്ക് ബോധമുള്ള ഇത്രയും കാലം, എനിക്ക് 7 വയസ്സായ മുതൽ 10 വയസ്സ് വരെ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ നിസ്കരിച്ചിട്ടേ ഇല്ല. അല്ല, ഒരു 15 വയസ്സ് വരെ ഞാൻ നിസ്കരിച്ചു. പിന്നെ ഞാൻ കോളേജിൽ പോയപ്പോൾ പിന്നെ ഞാൻ നിസ്കാരം തന്നെ നിർത്തി. എനിക്കതിനോടൊരു വെറുപ്പായി. പക്ഷെ ഇപ്പം എനിക്കതറിയാം, ഞാൻ ചെയ്തത് തെറ്റാണ്. അന്നും എനിക്കറിയായിരുന്നു ഞാൻ ചെയ്യുന്നത് തെറ്റാണ്. പക്ഷെ എനിക്കൊരു തിരിച്ചു വരവില്ല എന്നൊരാൾ ധരിക്കുന്നുണ്ട്. അവർക്കുള്ള ആയത്താണിത്. ഞാൻ ഇത്ര കാലം ഉമ്മാനും ഉപ്പാനും പറ്റിച്ച് നോമ്പെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്
പക്ഷെ ഞാൻ വെള്ളം കുടിക്കലുണ്ടായിരുന്നു, ഭക്ഷണം കഴിക്കലുണ്ടായിരുന്നു, ചങ്ങാതിമാരെപ്പുറം പുറത്തു പോക്കുണ്ടായിരുന്നു. ഞാൻ ഏറ്റവും നല്ലവനാണ് എന്ന് സമൂഹത്തിന് മുമ്പിൽ ഞാൻ കാഴ്ചവെച്ചു. പക്ഷെ രാത്രി കാലങ്ങളിൽ എൻ്റെ സ്ക്രീനിലൂടെ മിന്നി മറിയുന്നത് അങ്ങേയറ്റത്തെ തെമ്മാടിത്തരങ്ങളായിരുന്നു. ഇതൊക്കെ നമുക്ക് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്ത തെറ്റുകളാണ്. അവരോടാണ് അല്ലാഹു പറയുന്നത്, ഖുൽ യാ ഇബാദി الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إنه هو الغفور الرحيم. തിരിച്ചു വാ, അല്ലാഹ് ഉണ്ട് ഇവിടെ. അല്ലാഹ് ഉണ്ട് നിങ്ങൾക്ക് എല്ലാം പുറത്തു തരാനും എല്ലാ കാരുണ്യവും നിങ്ങൾക്ക് ചൊരിയാൻ അല്ലാഹ് ഇവിടെ ഉണ്ട്. മറ്റൊരായത്തിൽ നമുക്കിങ്ങനെ കാണാം, വറഹ്മതി വസിഅത് കുല്ല ഷൈ. എൻ്റെ കാരുണ്യം, അള്ളാഹുവിൻ്റെ മഹത്തായ കാരുണ്യത്തിൻ്റെ നൂറ് എല്ലായിടത്തും ഇങ്ങനെ പരന്നു കിടക്കണം. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഒരൊറ്റ അംശം മാത്രമേ അള്ളാഹ് ദുനിയാവിൽ ഇറക്കി തന്നിട്ടുള്ളൂ നമുക്ക്. ആ ഒരു അംശം കൊണ്ടാണ് നമ്മൾ പരസ്പരമുള്ള ദയവും ജീവികൾ പരസ്പരമുള്ള ദയവും കാരുണ്യമൊക്കെ കാഴ്ചവെക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര പ്രിവിലേജ്ഡ് ആണ് നമ്മൾ. ഈ പ്രിവിലേജൊക്കെ നമുക്ക് ലഭിക്കുന്നത് അള്ളാഹിൻ്റെ ഈ കാരുണ്യത്തിൽ നിന്നാണ്. പക്ഷെ അള്ളാഹ് പറയുന്നത് ബാക്കിയുള്ള 99% അള്ളാഹിൻ്റെ കാരുണ്യം നീക്കി വെച്ചിട്ടുള്ളത് നാളെ ആഖിറത്തിലേക്ക് വേണ്ടിയിട്ടാണെന്നാണ്. നാളെ ആഖിറത്തിലെത്തുമ്പോൾ അള്ളാഹിൻ്റെ ഈ 99% കാരുണ്യം നമുക്ക് കിട്ടാൻ പോവാണ്. പക്ഷെ ഇതെല്ലാവർക്കും കിട്ടുമോ? ഇല്ല. ഇത് കിട്ടാൻ പോകുന്നത് ഈമാനുള്ളവർക്കാണ്. ഈമാനില്ലാത്തവർക്ക് അത് കിട്ടൂല. അതുകൊണ്ടാണ് ഫിർഔന്റെ ഇസ്തിഗ്ഫാർ നിങ്ങൾ ചെയ്യരുതെന്ന് പറയുന്നത്. എന്താ ഈ ഫിർഔന്റെ ഇസ്തിഗ്ഫാർ? എല്ലാ തെമ്മാടിത്തരങ്ങളും ചെയ്ത് എല്ലാ നാടുവായ്ത്തരങ്ങളും ചെയ്ത് അവസാനം മരിക്കാൻ നേരത്ത്, മുങ്ങാൻ നേരത്ത് റൂഹ് ഇവിടുന്ന് ഖൽഖിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ പറയാമൻ തുബി റബ്ബി മൂസ, ഞാനിതാ മൂസാൻ്റെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു. സ്വീകരിക്കോ? ഇല്ല. 2 സമയങ്ങൾ ഒഴികെ ബാക്കി എല്ലാ സമയത്തും നമ്മുടെ തൗബ അല്ലാഹ് സ്വീകരിക്കും. ഏതാ ഈ 2 സമയം? ഒന്ന് മരണമാസന്നമായ വേളയിൽ, 2 ഖിയാമത്തിൻ്റെ കാഹളം ഊതപ്പെടുമ്പം. ഈ 2 സമയം എപ്പോഴാണ് സംഭവിക്കാം നമുക്ക് ഒരു പിടുത്തമില്ല. ഏത് നിമിഷവും സംഭവിക്കാം. നല്ല ആരോഗ്യമുള്ളവനാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ ഈ അടുത്തൊന്നും മരിക്കൂല, കുറേ കാലമുണ്ട് എനിക്ക് ഹജ്ജ് ചെയ്യാൻ, ഹജ്ജ് ചെയ്യുമ്പോൾ ഞാൻ നന്നാവാം എന്നൊക്കെ ആലോചിച്ച് നടക്കുകയാണ് നിങ്ങൾ. നല്ല ആരോഗ്യമുള്ള എത്ര ചെറുപ്പക്കാരൊന്ന് റോഡ് ക്രോസ് ചെയ്യുമ്പം മരിച്ചു പോകുന്നുണ്ട്. ഞാൻ യാത്ര ചെയ്യുന്നത് ഇത്രയും വില കൂടിയ വണ്ടിയിലാണ്. ആ വണ്ടിയിൽ എനിക്ക് എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഉണ്ട്. എത്ര വലിയ ആക്സിഡൻറ്റിനെയും തരണം ചെയ്യാൻ എൻ്റെ വണ്ടിക്ക് കഴിയും. നിങ്ങൾ വണ്ടിൻ്റെ ഉള്ളിലാവുമ്പം തന്നെ മരിക്കണം എന്നില്ലല്ലോ. നിങ്ങൾ ചിലപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് പുറത്തിറങ്ങുമ്പോഴായിരിക്കും നിയന്ത്രണം വിട്ടിട്ടുള്ളൊരു ലോറി വന്നിട്ട് നിങ്ങളെ ഇടിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന വേളയിൽ എന്തെങ്കിലും ചെറിയൊരു മുള്ള് നിങ്ങളുടെ കാലിൽ തറച്ചിട്ടുണ്ടാകും, വിഷമുള്ളായിരിക്കും. ഒരു ചെറിയ പാമ്പിൻ്റെ കടിയേറ്റിട്ടുണ്ടാകും. മറ്റെന്തെങ്കിലും ചെറിയൊരു രോഗം വന്നിട്ട് അത് നമ്മുടെ ശരീരത്തെ ആസകലം ബാധിച്ചിട്ടുണ്ടാകും. ഇതൊക്കെ നിമിഷ നേരങ്ങൾ കൊണ്ട് നടക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ അല്ലാഹ് ഇതൊന്നും നമ്മളോട് ചെയ്യുന്നില്ല. നമുക്ക് വീണ്ടും വീണ്ടും ഓപ്പർച്യൂണിറ്റീസ് തരികയാണ്. ഇതാ നീ ധിക്കാരം കളിച്ചു എന്ന്, ശരി ഓക്കെ, നാളെ ഒരു 24 മണിക്കൂർ നിനക്ക് തരാം, മറ്റന്നാൾ ഒരു 24 മണിക്കൂർ തരാം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതൊരു 12ഉം 2ഉം 3ഉം 1ഉം 50 മിനിറ്റും 60 മിനിറ്റും ഒക്കെ അയച്ചുരുങ്ങും. പിന്നെ അത് സെക്കൻഡുകളായി ചുരുങ്ങും. ആ സെക്കൻഡുകൾ അവസാനിക്കുന്ന നേരത്താണ് പ്രിയപ്പെട്ടവരെ ഈ തന്നിട്ടുള്ള ചാൻസുകളുടെ ഒക്കെ അന്ത്യം. കാത്തിക്കണോ അതുവരെ? അത് ഇപ്പം തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഒന്ന് ആലോചിച്ച് നോക്ക്. എന്ത് തിന്മ നിങ്ങൾ ചെയ്താലും അത് പൊറുക്കാൻ അല്ലാഹ് റെഡിയാണ്. നിങ്ങൾ തിരിച്ചു വന്നാൽ മതി. ഇതുകൊണ്ടാണ് അള്ളാഹിൻ്റെ കാരുണ്യത്തെ പറ്റിയിട്ട് ഒരാളും നിരാശരാവരുതെന്ന് റബ്ബ് പറയുന്നത്. ഒരു സത്യവിശ്വാസിയും അള്ളാഹിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശനാവാൻ കഴിയില്ല. അത് അള്ളാഹുവിനെ കുറിച്ചുള്ള തെറ്റായ ധാരണകളുള്ളത് കൊണ്ടാണ്. ഇതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ പറഞ്ഞത്, വഴിപിഴച്ചവരല്ലാതെ എൻ്റെ അള്ളാഹുവിൻ്റെ, എൻ്റെ റബ്ബിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ഒരാളും നിരാശരാകില്ല. വഴിപിഴച്ചവരും നിരാശരാകും. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. അല്ലാഹുവിൽ നിന്നുള്ള ആശ്വാസത്തെക്കുറിച്ചിട്ട്
അവിശ്വാസികൾ മാത്രമേ ആശ മുറിക്കുള്ളൂ, അവിശ്വാസികൾക്ക് മാത്രമേ ആ പ്രതീക്ഷ നഷ്ടപ്പെടുള്ളൂ. വിശ്വാസികൾക്ക് ഒരിക്കലും അള്ളാഹുവിൻ്റെ സമാശ്വാസത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ നഷ്ടപ്പെടില്ല. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന ഇൻദ ദന്നി അബ്ദി ബി, എൻ്റെ അബ്ദ് എന്നെക്കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അതാണ് ഞാൻ. അള്ള ഏറെ പൊറുക്കുന്നവനാണോ നിങ്ങൾ വിചാരിച്ചു വെച്ചിട്ടുള്ളത്? അള്ള ഏറെ പൊറുക്കുന്നവനായിരിക്കും നിങ്ങൾക്ക്. അള്ള റസ്സാഖാണ് എന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് നോക്ക്, അള്ളാഹിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിസ്കിൻ്റെ അളവ് ചില്ലറയായിരിക്കില്ല. ഒരു കയ്യും കണക്കുമില്ലാണ്ട് അള്ള നിങ്ങൾക്ക് റിസ്ക് തരും. ഇതാണ് റബ്ബ്. റബ്ബിനെ കുറിച്ച് എന്താണോ നമ്മൾ വിചാരിക്കുക അതാണ് നമ്മുടെ റബ്ബ്. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര മഹത്തരമാണ് ആ ഒരു വർത്താനം എന്നുള്ളത്. അള്ളാഹിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശപ്പെടാൻ പാടില്ലെന്നും എല്ലാ പാപങ്ങളും അള്ളാഹ് നമുക്ക് പുറത്തു തരുമെന്നും ഓരോരുത്തരും ഇഷ്ടം പോലെ പാപം ചെയ്തു കൊള്ളുക എന്നുമല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ തൗബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് മടങ്ങുക എന്നുള്ളതാണ്. ഏതവസ്ഥയിലാണോ നമ്മളിപ്പോൾ ഉള്ളത്, തിന്മയുടെ അവസ്ഥയിലാണെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായിട്ട് പുറത്തേക്ക് ചാടുക, ഇതാണത്. ഈ തൗബ നിങ്ങൾ ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ പ്രതിഫലം നമുക്ക് കിട്ടുക. അള്ളാഹു സുബ്ഹാനഹു തആല ആ പ്രതിഫലം നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു ഇവിടെ പറഞ്ഞത് ഗഫൂർ എന്നാണ്. ഗഫൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര വലിയ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ തെറ്റ് ചെയ്താലും ആ ക്വാണ്ടിറ്റി പുറത്തു തരാൻ തയ്യാറായവനെയാണ് ഗഫൂർ, അൽ ഗഫൂർ എന്ന് പറയുന്നത്. അള്ളാഹിൻ്റെ രണ്ടാമത്തെ വിശേഷണം അൽ ഗഫാർ എന്നാണ്. ഗഫാർ എന്നുള്ളത് ഫഅൽ എന്നുള്ള വസ്നിലാണ്. അതായത് അള്ളാഹ് പ്രൊഫഷണലാണ് എന്ന്. മഗ്ഫിറത്ത് നൽകാൻ അള്ളാഹ് പ്രൊഫഷണലാണ്. എന്താണ് ഈ പ്രൊഫഷണൽ? ഒരാൾ പെട്ടെന്ന് ഇപ്പം എനിക്ക് പെട്ടെന്ന് എൻ്റെ വൈഫിനെ സഹായിക്കണം തോന്നി, അല്ല എൻ്റെ ഉമ്മാനെ സഹായിക്കണം തോന്നി. ഞാൻ പെട്ടെന്ന് കിച്ചണിൽ പോയിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കുന്നു. ഞാൻ കൊല്ലത്തിൽ 1-2 ഡിഷ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. ഞാനൊരു ഷെഫാവില്ല, നേരെ മറിച്ച് ഞാൻ ആ സമയത്തൊരു കുക്കാവുകയാണ്. ഫോർ എ മൊമെൻറ്റ്. അതിന് താബിഖ് എന്ന് പറയും അറബിയിൽ. എപ്പോഴേലും ചെയ്യാണ്. ഇനി അത് പ്രൊഫഷണലായിട്ടുള്ള അയാൾ ചെയ്യുമ്പോൾ അയാളെ തബ്ബാഹ് എന്ന് പറയും. അയാൾ ഷെഫാണ്, അയാൾ കുക്കാണ്, അയാളുടെ പ്രൊഫഷൻ അതാണ്. അയാൾ ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കും, അയാൾ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതേപോലെയാണ് അൽ ഗഫാർ. അള്ളാഹ് പുറത്തു തന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ തെറ്റ് ചെയ്യുന്നു, അത് മനസ്സിലാക്കുന്നു, തൗബ ചെയ്യുന്നു, അള്ളാഹ് പുറത്തു തരും. തെറ്റ് ചെയ്യുന്നു, അത് മനസ്സിലാക്കുന്നു, തൗബ ചെയ്യുന്നു, അള്ളാഹ് അത് പുറത്തു തരും. പക്ഷെ ആ തൗബ സിൻസിയർ ആയിരിക്കണം. ഈ ഗഫാർ ആയിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അഡിക്ഷൻ ഉള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ സ്മോക്കിങ് സ്ഥിരമായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആളുകൾ, പോൺ യൂസ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകൾ, ഇവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് ഇത് നിർത്താൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ അവർക്കത് നിർത്താൻ കഴിയും. അവർക്ക് നിർത്തണമെന്ന അതിയായ ആഗ്രഹമുണ്ട്. അവർ ചെയ്യുന്ന തെറ്റിനെ കുറിച്ച് ഓർത്തിട്ട് വല്ലാതെ റിഗ്രറ്റ് അടിക്കുന്നുണ്ട്, വല്ലാതെ വിഷമിക്കുന്നുണ്ട് മനസ്സ്. ഇസ്തിഗ്ഫാർ നല്ലോണം കരഞ്ഞിട്ട് തന്നെ അവർ നടത്തുന്നുണ്ട്. പക്ഷെ അറിയാണ്ട് വീണ്ടും അവരുടെ ദേഹേച്ഛ കാരണം അവർ വീണ്ടും അതിലേക്ക് വഴുതി പോവുകയാണ്. അവർക്കുള്ളതാണ് അൽ ഗഫാർ. അള്ളാഹ് വീണ്ടും പുറത്തു തരും. നിങ്ങൾ അതിൽ നിന്ന് സിൻസിയറായിട്ട് മാറണമെന്ന് ആഗ്രഹിക്കുകയും എന്നിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു നോക്കുക. എന്നിട്ട് നിങ്ങൾ ഇസ്തിഗ്ഫാറിന് വേണ്ടി തേടി നോക്കുക. അള്ളാഹ് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. അള്ളാഹിൻ്റെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട സിഫത്താണ് അള്ളാഹ് അഫു ആണെന്നുള്ളത്. അൽ അഫു ആണ് റബ്ബ്. അഫു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് ഒരു കാലത്തുണ്ടാവാത്തൊരു ക്വാളിറ്റിയാണ്. ആദ്യം പറഞ്ഞ 2 ക്വാളിറ്റികൾ ചിലപ്പോൾ നമുക്ക് ലേശമെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയും. ഒരാൾ നമ്മളോട് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അയാളോട് പുറത്തു കൊടുക്കാൻ പറ്റും. ഒരാൾ തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, നമുക്ക് ചിലപ്പം എന്നാലും ഒരു ലേശമെങ്കിലും അവർക്ക് പുറത്തു കൊടുക്കാൻ പറ്റും, ഒരു ലിമിറ്റ് വരെ. ആ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് പ്രശ്നമാക്കും. പക്ഷെ അള്ളാഹ് അത് പ്രശ്നമാക്കുന്നില്ല. നേരെ മറിച്ച് അള്ളാഹ് അഫൂ കൂടിയാണ്. ഒരിക്കലും ചെയ്യാത്ത വിധത്തിൽ ആ തെറ്റ് നമ്മൾ ചെയ്തിട്ടേയില്ല എന്ന രൂപത്തിൽ നമ്മുടെ ആ തെറ്റ് അള്ളാഹ് മായ്ച്ചു കളയും. ആ തെറ്റ് ബ്ലാങ്ക് ആയിരിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഈ കറ നമ്മൾ വീണ്ടും തെറ്റ് ചെയ്യുമ്പം വീണ്ടും ഈ കറ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഈ കറ എവിടെ ഉണ്ടാകും? എന്നിലുണ്ടാകും. എൻ്റെ സുഹൃത്ത് എന്നോട് ചെയ്ത തെറ്റ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും, അത് മായൂല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്യും? നിങ്ങൾ ഈ തെറ്റ് ചെയ്തതിൻ്റെ ഈ കറ റബ്ബ് സുബ്ഹാനഹു തആല മായ്ച്ചു കളയും.
പിന്നെ നിങ്ങൾ ആ തെറ്റ് ചെയ്തതായിട്ടുള്ള ഒരു രേഖയും പിന്നെ ബാക്കി ഉണ്ടാവില്ല. അത് കംപ്ലീറ്റ് ആയിട്ട് അള്ളാഹ് മായ്ച്ചു കളയും. പിന്നെ അതിനെക്കുറിച്ച് ഹിസാബില്ല, അതിനെക്കുറിച്ചൊരു ചോദ്യോത്തരമില്ല, അതിനെക്കുറിച്ചുള്ള വാദങ്ങളില്ല, അതിനെക്കുറിച്ചുള്ള നാണക്കെടുത്തലുകളില്ല, ഒന്നുമില്ല. അന്ന് അത് മായ്ച്ചു കളയും. അതാണ് അഫൂ. ഈ റബ്ബാണ് കാരുണ്യത്തിൻ്റെ റബ്ബ്. ആ റബ്ബിലേക്കാണ് നമ്മളെ തിരിച്ചു വിളിക്കുന്നത്. തിരിച്ചു പോകണം നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക്. എത്ര തെറ്റ് ചെയ്തവരാണെങ്കിലും തിരിച്ചു പോകണം നമ്മൾ. ഇനി ആ തെറ്റുകൾ ആവർത്തിക്കില്ല എന്ന പൂർണ്ണമായ ഉത്തരവാദിത്വത്തോടുകൂടി തിരിച്ചു പോകണം നമ്മൾ. അള്ളാഹ് നമുക്ക് അതിനുള്ള വഴിയൊരുക്കി തരുന്നതാണ്. قُلْ يَا عِبَادِيَ الَّذِينَ أَسْرَفُوا عَلَىٰ أَنفُسِهِمْ لَا تَقْنَطُوا مِنْ رَحْمَةِ اللَّهِ إِنَّ اللَّهَ يَغْفِرُ الذُّنُوبَ جَمِيعًا إِنَّهُ هُوَ الْغَفُورُ الرَّحِيمُ.